പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. നാം കഴിഞ്ഞ ക്ലാസ്സിലെ 4-ാമത്തെ അധ്യായമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. വിപണി ഒരു സാമൂഹ്യ സ്ഥാപനം എന്ന നിലയിൽ. എന്താണ് വിപണി എന്ന് നാം പഠിച്ചു കഴിഞ്ഞു. അതുപോലെ മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത്, ഒരു കമ്പോള വ്യവസ്ഥയിലെ അദൃശ്യകരം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് നാം പഠിച്ചു. ആദം സ്മിത്ത് ആണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സമൂഹശാസ്ത്രജ്ഞനായ ആദം സ്മിത്ത് അല്ലേ. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തെ പറ്റി പഠിച്ചു. അതിലെന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് പഠിച്ചു. 1776 ദ വെൽത്ത് ഓഫ് ദ നേഷൻ എന്നൊരു ഗ്രന്ഥം അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയുണ്ടായി അല്ലേ. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അദ്ദേഹം പറഞ്ഞത് ഇത് കൊടുക്കലും വാങ്ങലും തമ്മിലുള്ള ഒരു പരമ്പരയാണ് കമ്പോള സമ്പദ് വ്യവസ്ഥ എന്നാണ് പറയുന്നത്. ഒരു സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുന്നത് ഇവിടെയാണ് അല്ലേ. ഇടപാടുകൾ കാണുമ്പോഴാണ് അവിടെ ഒരു സമ്പദ് വ്യവസ്ഥ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ആദം സ്മിത്ത് വാദിച്ചത്. കമ്പോള സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ആഡം സ്മിത്ത് അവതരിപ്പിച്ച ആശയമാണ് അദൃശ്യകരം എന്ന് പറയുന്നത്. അതെന്താണെന്നും നാം പഠിച്ചു അല്ലേ. വിപണിയുമായി ബന്ധപ്പെട്ട് വ്യക്തികൾ അവരുടെ നേട്ടത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ സമൂഹത്തിന് ഗുണകരമായി മാറുന്നു. ഇതാണ് അദൃശ്യകരം എന്ന് പറയുന്നത് അല്ലേ. എന്താണ്? ഞാനൊരു വസ്തു പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഞാൻ ചെയ്യുന്നത് എൻ്റെ ലാഭത്തിനാണ്. പക്ഷേ എൻ്റെ ലാഭത്തിന് ഞാൻ ചെയ്യുന്ന കാര്യം മറ്റുള്ളവന് ഉപയോഗപ്രദമായിട്ട് തീരുന്നു. ഇതാണ് അദൃശ്യകരമെന്ന്. നാം അറിയാതെ തന്നെ നാം മറ്റൊരാളെ സഹായിക്കുന്നു. അവന് വേണ്ടുന്ന കാര്യം ചെയ്തു കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതാണ് അദൃശ്യകരം കൊണ്ട് ആദം സ്മിത്ത് ഇവിടെ അർത്ഥമാക്കുന്നത്. അത് നാം പഠിച്ചു കഴിഞ്ഞു. അതുപോലെ ലെസ്സേ ഫെയർ എന്താണെന്ന് നാം പഠിച്ചു കഴിഞ്ഞു. അതുപോലെ ഞാൻ പറഞ്ഞു പഠന പുരോഗതി എഴുതുക എന്ന് പറഞ്ഞു. അത് കുറച്ച് പേര് ചെയ്തിട്ടുണ്ട്, കുറച്ച് പേര് ചെയ്തിട്ടില്ല. അവരുടെ ഇൻറ്റേർണൽ മാർക്കിൽ അതിനനുസരിച്ചുള്ള മാർക്ക് ഞാൻ തരത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം എല്ലാവരും നന്നായിട്ട് ചെയ്യുക. ഓക്കെ. അപ്പോഴേ 18-ാം നൂറ്റാണ്ടിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? 18-ാം നൂറ്റാണ്ടിലെ സാമ്പത്തിക ശാസ്ത്രം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? രാഷ്ട്രീയ ധനതത്വശാസ്ത്രം. അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 1766 ആദം സ്മിത്ത് എഴുതിയ പുസ്തകം ഏതാണ്? ദ വെൽത്ത് ഓഫ് നേഷൻസ്. അതുപോലെ നെക്സ്റ്റ്, വിപണിയിൽ അദൃശ്യകരത്തിൻ്റെ സ്വാധീനം. അത് നാം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞതാണ്. എന്താണ്? വ്യക്തികൾ അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അത് സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുകയും കൂടുതൽ സമ്പത്തുണ്ടാക്കാൻ കഴിയുകയും ചെയ്യുന്നു. ഇതാണ് ആദം സ്മിത്ത് ഇവിടെ സമർത്ഥിക്കുന്നത്. ഓക്കെ. ഇതാണ് ലെസ്സേ ഫെയർ എന്ന് പറയുന്നത്. ഇതും നാം പഠിച്ചു കഴിഞ്ഞതാണ്. അതുപോലെ എന്താണ്? ആഴ്ചച്ചന്തകൾ. എന്താണ് ആഴ്ചച്ചന്തകൾ എന്ന് പറയുന്നത്? എന്താണ്? ആഴ്ചച്ചന്തകൾ കർഷക സമൂഹങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക സംവിധാനത്തിൻ്റെ ഒരു കേന്ദ്ര സവിശേഷത എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് നാട്ടുകൂട്ടങ്ങളിലൊക്കെ ശ്രദ്ധിച്ചാൽ പണ്ട് മുതലേ നടന്നു വരുന്ന ചന്തകൾ നമുക്ക് ഓർമ്മിക്കാം അല്ലേ. ഇവിടെ പെരിങ്ങമല ചന്ത, അത് ഫേമസ് ആണ് അല്ലേ. അവിടെ പ്രത്യേക ഗ്രൂപ്പുകാർ അവരുടെ ഒരാഴ്ച ചന്ത ഒരു പ്രത്യേക ദിവസമായിരിക്കും അവർ അതിനു വേണ്ടി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആഴ്ച ചന്തകളുടെ സവിശേഷതകൾ നാം പഠിച്ചു കഴിഞ്ഞതാണ്. ഗോത്ര സമൂഹങ്ങളിൽ കൂടുതൽ കണ്ടുവരുന്നതാണ്. എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. തങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനും അവരുടെ ഗ്രാമങ്ങളിൽ ലഭ്യമല്ലാത്ത സാധനങ്ങൾ വാങ്ങുന്നതിനുമാണ് അവർ ചന്തകളിൽ എത്തുന്നത്. നാട്ടിൻ പ്രദേശത്ത് നിന്ന് വെളിയിലുള്ള വ്യാപാരികൾ, പണമിടപാടുകാർ, കലാപ്രകടനക്കാർ, ജ്യോത്സ്യന്മാർ തുടങ്ങിയവർ ഈ ആഴ്ച ചന്തയിൽ എത്താറുണ്ട് അല്ലേ. അവർ വ്യത്യസ്ത മേഖലയിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും. നോക്കിയേ, അവിടെ എന്താ ചെയ്യുന്നത്? ഗോത്രവർഗ്ഗക്കാരുടെ ആഴ്ചച്ചന്തകൾ ഇന്ത്യയുടെ ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശത്തും സാധാരണമായി കണ്ടുവരുന്നുണ്ടെന്നാണ് പറയുന്നത്. സാധനങ്ങളും സേവനങ്ങളും കൈമാറാനും സാമൂഹ്യ സമ്പർക്കങ്ങളുമുള്ള മുഖ്യ ഉപാധിയാണ് ഈ ആഴ്ചച്ചന്തകളെന്ന് പറയുന്നത്. അതുപോലെ ബന്ധുക്കളെ കണ്ടുമുട്ടാനും വിവാഹങ്ങൾ ഏർപ്പെടാനും പരദൂഷണം പറയാനുമൊക്കെ അവർ ഈ വിപണികൾ ഒരു വിപണിയിലാണ്, ഒരു ചന്തയിൽ, ആ മാർക്കറ്റിലാണ് അവിടെയുള്ള സംഭാഷണങ്ങളും അവിടെയുള്ള ഗൂഢാലോചനകളും അവരുടെ എന്ത് നല്ല കാര്യങ്ങളും അല്ലെങ്കിൽ മോശപ്പെട്ട കാര്യങ്ങളും അവരുടെ മാർക്കറ്റിലാണ്
കാണാൻ കഴിയുന്നത്. അതുപോലെ ഇവിടെ പറഞ്ഞില്ലേ, വിവാഹത്തിൽ ഏർപ്പെടാൻ കണ്ടുമുട്ടുന്നത്, അവരുടെ വിവാഹാലോചനകൾ വരുന്നത്, ഇതെല്ലാം മാർക്കറ്റിൽ സംഭവിക്കുന്ന കാര്യമാണെന്നാണ് പറയുന്നത്. കൊളോണിയൽ ഭരണം ആഴ്ചച്ചന്തകളുടെ രൂപത്തിന് മാറ്റം വരുത്തി. എന്താണ് കൊളോണിയൽ ഭരണം എന്നൊക്കെ പറഞ്ഞാൽ? ബ്രിട്ടീഷുകാരുടെ ഭരണം അല്ലേ? നാം പഠിച്ചു കഴിഞ്ഞതാണ്. പോർട്ടുഗീസുകാർ, ബ്രിട്ടീഷുകാർ, അതുപോലെ ഫ്രഞ്ചുകാർ, ഡച്ചുകാർ, ഒരുപാട് യൂറോപ്യന്മാർ ഇവിടെ വന്നു അല്ലേ? ഇവിടെ കൊളോണിവൽക്കരിച്ചു, കോളനികൾ സ്ഥാപിച്ചു. അപ്പോൾ അവരുടെ കൺട്രോളിൽ നമ്മുടെ ചന്തകൾ അവരുടെ നിയന്ത്രണത്തിന് കീഴിലായി. കൊളോണിയൽ ഭരണം ആഴ്ചച്ചന്തകളുടെ രൂപത്തിന് മാറ്റം വരുത്തി. റോഡുകൾ നിർമ്മിച്ചുകൊണ്ട് ഗോത്രവർഗക്കാരെ ദേശീയ സമ്പദ്ഘടനയുമായി സംയോജിപ്പിക്കാൻ ഭരണകർത്താക്കൾ ശ്രമിച്ചു. ഗോത്രവർഗക്കാരുടെ പ്രദേശങ്ങളിലെ സമ്പന്നമായ വനവിഭവങ്ങളും അവരുടെ ഗോത്രവർഗക്കാരുടെ വസ്തുക്കളും വനവിഭവങ്ങളും എല്ലാം ഇവർ ചൂഷണം ചെയ്യാൻ തുടങ്ങി. ധാതുക്കളും മറ്റും അവരുടെ പ്രോഡക്റ്റുകൾ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്യാൻ തുടങ്ങി. കൊളോണിയൽ ഭരണാധികാരികൾ ഇവരെ അടിച്ചമർത്താനാണ് ശ്രമിച്ചത്. ഇതിനെതിരെ ഉയർന്ന ഗോത്ര കലാപങ്ങളെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി. ഗോത്രപ്രദേശങ്ങൾ തുറക്കപ്പെട്ടതോടെ കച്ചവടക്കാരും പണമിടപാടുകാരും ഗോത്രേതര ജനങ്ങൾ ഈ പ്രദേശങ്ങളിലേക്ക് എത്താൻ തുടങ്ങി. അതുപോലെ ഇവിടെ പഴശ്ശിരാജ എന്ന ഫിലിമിൽ നമുക്ക് അറിയുന്നതാണ് ഈ ഗോത്രവർഗക്കാർ എങ്ങനെ പഴശ്ശിരാജയെ സഹായിച്ചുവെന്നും അതുപോലെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കും. ഓക്കെ. പുറമേ നിന്നെത്തിയ ജനവിഭാഗങ്ങൾ വിലയ്ക്ക് വാങ്ങുകയും അവരുടെ വിഭവങ്ങളൊക്കെ വിലയ്ക്ക് വാങ്ങുകയും വനസമ്പത്തൊക്കെ ഇവർ ഡയറക്റ്റ് പൈസ കൊടുത്തു. അന്ന് ബാർട്ടർ സമ്പ്രദായമാണെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് അല്ലേ? ഒരു സാധനം കൊടുക്കുന്നു, ആ സാധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂല്യമുള്ള സാധനം തിരിച്ചു കൊടുക്കുന്നു. ഒരു സാധനം കൊടുത്ത് മറ്റു സാധനം വാങ്ങിക്കുന്നു. അതായിരുന്നു ബാർട്ടർ സമ്പ്രദായം. അത് നിർത്തിയതിന് ശേഷം ഇവിടെ എന്താണ് പൈസ ഇടപാടുകൾ വന്നു. അപ്പോഴേ ഇവർ കണ്ടിട്ടില്ലാത്തൊരു വസ്തു ഇവർക്ക് കൊടുക്കുമ്പോൾ അത്ര എന്തോ മൂല്യമുള്ളതായിട്ട് തോന്നി. അങ്ങനെ ഇവിടെ ഒരു സാധനം വാങ്ങിച്ചിട്ട് അവർ പൈസ എന്നുള്ള അല്ലെങ്കിൽ പണം ഗോത്രക്കാരുടെ കൈവശം വന്നു. അപ്പോൾ ഇതോടെ പണം ഗോത്രവ്യവസ്ഥയിലേക്ക് പ്രവേശിക്കുകയും പ്രാദേശിക ഗോത്ര സമ്പദ് വ്യവസ്ഥ മാറ്റങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ കൊളോണിയൽ കാലഘട്ടത്തിൽ ഇന്ത്യ ഒട്ടാകെ ധാരാളം തോട്ടങ്ങളും ഖനികളും സ്ഥാപിച്ചു. തേയിലത്തോട്ടം, ഏത് തേയിലത്തോട്ടം എടുത്താലും അതുമായിട്ട് ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാർ പണ്ട് തോട്ടങ്ങൾ നടത്തിയിരുന്നത് ബ്രിട്ടീഷുകാരുടെ കെയർ ഓഫിലായിരുന്നു. ഇവിടെ പണിയെടുക്കുന്നതിനായി ഗോത്രവർഗക്കാരെ തൊഴിലാളികളായി നിയമിച്ചു. ഇവിടെ ബോണക്കാട്, പൊന്മുടിയൊക്കെ തോട്ടം മേഖലകളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഈ മാറ്റങ്ങൾ പ്രാദേശിക ഗോത്ര സമ്പദ് വ്യവസ്ഥയെ പാടെ മാറ്റിമറിച്ചു. ആദിവാസികൾക്ക് അവരുടെ സർവ്വതും നഷ്ടപ്പെടാൻ തുടങ്ങി. ബസ്താർ ജില്ലയിലെ ആഴ്ചച്ചന്തകളെക്കുറിച്ചുള്ള പഠനം ഈ മാറ്റങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നു. ഇവിടെ ശാസ്ത്രജ്ഞന്മാർ, സോഷ്യോളജിസ്റ്റ് പ്രത്യേകം ഞാൻ പറഞ്ഞു എന്താണ് ഡയറക്റ്റ് ഒബ്സർവേഷൻ, ഒരു പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയും. ഒരു സ്ഥലത്ത് ചെന്നിട്ട് അവിടെയുള്ള ഗ്രാമവാസികളെ അവിടുത്തെ ജീവിത രീതികളെക്കുറിച്ച് പഠനം നടത്തി. അപ്പോൾ പ്രധാനപ്പെട്ട സന്താൾസും ഗോണ്ടുകളൊക്കെയാണ് കൂടുതൽ നോർത്ത് ഇന്ത്യയിലുള്ള ഗോത്രവർഗ്ഗക്കാരെന്ന്. ഇവരുടെ ഇടയിലാണ് അവർ പഠനം നടത്തിയത്. അപ്പോൾ ബസ്താർ ജില്ലയിലെ ആഴ്ചച്ചന്തകളെക്കുറിച്ച് പഠനം നടത്തി. ഈ മാറ്റങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നു. ഗോണ്ടുകൾ എന്നാണ് ആ ഗോത്ര സമൂഹത്തെ പറ്റി. ബസ്താർ ജില്ലയിലെ ആദിവാസി സമൂഹം അല്ലെങ്കിൽ ഗോത്ര സമൂഹമാണ് ഗോണ്ടുകൾ എന്ന് പറയുന്നത്. ഗോണ്ടുകൾ എന്ന ഗോത്ര വിഭാഗം ബസ്താർ ജില്ലയിൽ അവർ ബസ്താർ ജില്ലയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ബസ്താർ ജില്ലയിലെ ആദിവാസി സമൂഹം ഗോത്രവർഗ്ഗക്കാരാണ് ഗോണ്ടുകൾ. ബസ്താറിലെ ആഴ്ചച്ചന്ത തദ്ദേശീയരെയും ഗോത്രജനതയെയും ഗോത്രേതര ആൾക്കാരെയും വനപാലകരെയും പുറത്തു നിന്നുള്ളവരെയും ആകർഷിച്ചു പോന്നു. പുറത്തു നിന്നുള്ള ആൾക്കാരെയെല്ലാം ഇവരുടെ ചന്ത ആകർഷിച്ചു എന്നാണ് പറയുന്നത്. അവർ അപ്പോൾ എന്താ ചെയ്തത്? പലതരം ഉൽപ്പന്നങ്ങളും വസ്തുക്കളും ചന്തയിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഗോത്രവർഗ്ഗക്കാർ കൊണ്ടുവരുന്ന വനോൽപ്പന്നങ്ങൾ കച്ചവടക്കാർ വാങ്ങിക്കുകയും എന്ത് ചെയ്തു? അവർ നഗരത്തിൽ കൊണ്ടുപോയി കൂടുതൽ വിലയ്ക്ക് വിറ്റഴിക്കുകയും ചെയ്യുന്നു. ഇവരുടെ കയ്യിൽ നിന്ന് ഇവർ ചെറിയ രൂപയ്ക്ക് വാങ്ങിക്കുകയും നഗരപ്രദേശത്ത് കൊണ്ടുപോയിട്ട് കൂടുതൽ വിലയ്ക്ക് വിൽക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇവരെ ചൂഷണം ചെയ്യുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഇവർക്കുണ്ടായിരുന്നുള്ളൂ.
നോക്കിയേ, ദൊരൈ ഗ്രാമത്തിൽ സംഭവിച്ച ഒരു പഠനം നടത്തി, അതേപ്പറ്റി ഇവിടെ വിവരിക്കുന്നുണ്ട്. ദൊരൈ ഗ്രാമത്തിൽ പഠനം നടത്തിയ നരവംശാസ്ത്രജ്ഞനാണ് ആൽഫ്രഡ് ഗെൽ. നമ്മളിത് ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരെണ്ണം നരവംശാസ്ത്രജ്ഞനാണ് ആൽഫ്രഡ് ഗെൽ. ദൊരൈ ഗ്രാമത്തിൽ ആണ് അദ്ദേഹം പഠനം നടത്തിയത്. എന്താണ്? വിപണിയുടെ സാമൂഹ്യ പ്രാധാന്യം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ആഴ്ചച്ചന്തയിലെ ദൊരൈ എന്ന് പറയുന്ന ഗ്രാമത്തിൽ അദ്ദേഹം പഠനം നടത്തി. അവിടെ എന്താണ് മനസ്സിലാക്കുന്നത്? അദ്ദേഹം സാമ്പത്തിക പ്രവർത്തനങ്ങളെക്കാൾ ഉപരിയായ പ്രാധാന്യം വിപണികൾക്കുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണ്? സാമ്പത്തിക പ്രവർത്തനങ്ങളെക്കാൾ ഉപരിയായ പ്രാധാന്യം വിപണികൾക്കുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആ പ്രദേശത്തെ സാമൂഹ്യ വിഭാഗങ്ങൾക്കിടയിലുള്ള ശ്രേണീക്രമം വിപണിയിലും പ്രതിഫലിക്കുന്നു. സമ്പന്നരും ഉയർന്ന പദവിക്കാരായ രജപുത്ര വർണ്ണ വ്യാപാരികളും ഇടത്തരം പദവിയുള്ള പ്രാദേശിക ഹിന്ദു വ്യാപാരികളും വിപണിയുടെ കേന്ദ്രസ്ഥാനങ്ങൾ കച്ചവടമാക്കിയിരുന്നു. അതേസമയം പച്ചക്കറികളും മൺപാത്രങ്ങളും വിൽക്കുന്ന ഗോത്രവർഗക്കാർക്ക് ചന്തയുടെ കേന്ദ്രഭാഗത്തു നിന്ന് പുറത്താണ് ഇടം ലഭിക്കുക. ഈ ചിത്രം നോക്കിയേ, കണ്ടോ? ഉയർന്ന നടുക്ക് കേന്ദ്ര ഭാഗത്ത്, ഇതൊരു ചന്തയാണെന്ന് വിചാരിക്കുക. അതിൽ നടുക്ക് ഭാഗത്ത് ഉയർന്ന പദവിക്കാരായ രജപുത്ര ആഭരണ വ്യാപാരികൾ. രജപുത്രന്മാർ നല്ല വ്യാപാരികളാണ്. അന്ന് ട്രേഡ് ഇവരുടെ ഭാഗത്ത് മാത്രമേ, ഈ ആൾക്കാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വ്യാപാരം ആഭരണ വ്യാപാരങ്ങളാണ്. സ്വർണത്തിലുള്ളതും അതുപോലെയുള്ള മൂല്യമുള്ള രത്നാഭരണങ്ങളൊക്കെ വിൽക്കുന്നവരാണ് രജപുത്രന്മാർ. അതുപോലെ ഇടത്തരം പദവിയുള്ള ഹിന്ദു വ്യാപാരികൾ, ഇടത്തരം പദവിയുള്ള ഹിന്ദുക്കളായിട്ടുള്ള വ്യാപാരികൾ. ഞാൻ പറഞ്ഞു നേരത്തെ ഗോത്രവർഗക്കാർ ഹിന്ദുക്കളായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അവർക്ക് പ്രത്യേകം മതമോ ജാതിയോ ഒന്നും ഇല്ല. അപ്പോൾ ഗോത്രവർഗക്കാർക്ക് എപ്പോഴും പുറത്തായിരുന്നു, ആ വരയ്ക്ക് പുറത്തായിരുന്നു. കണ്ടോ, ഒരു ബൗണ്ടറി ഉണ്ട്, ആ ബൗണ്ടറിക്ക് പുറത്തായിരുന്നു ഇവരുടെ സ്ഥാനം എന്ന് പറയുന്നത്. ഇത് ദൊരൈ എന്ന് പറയുന്ന സ്ഥലത്ത് പഠനം നടത്തിയപ്പോൾ അദ്ദേഹം ഒരു രൂപരേഖ തയ്യാറാക്കി. അപ്പോൾ ഗോത്രവർഗക്കാരുടെ സ്ഥാനം കണ്ടോ, പുറത്തായിരുന്നു. പ്രധാന കേന്ദ്രങ്ങളിൽ ആഭരണ വ്യാപാരികളും രജപുത്രന്മാർ ഹിന്ദു വ്യാപാരികളുമായിരുന്നു. ഇവർ കഴിഞ്ഞിട്ട് ഏറ്റവും അറ്റത്തുള്ള ഭാഗത്താണ്, പുറത്തുള്ള ഭാഗത്താണ് ഗോത്രവർഗക്കാർ അവരുടെ സാധനങ്ങൾ വിട്ടിരുന്നത്. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പരിസരത്തുള്ള ഒരാഴ്ച ചന്തയെപ്പറ്റി ഒരു വിവരണം സന്ദർശിച്ച് ഒരു വിവരണം ക്ലാസ് റൂമിൽ ചർച്ച ചെയ്യാനാണ് പറയുന്നത്. അതൊന്നും നമുക്ക് ഇപ്പോഴത്തെ സ്ഥിതിയിൽ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. ഓക്കെ, ഇനി പഠന പുരോഗതി വിലയിരുത്താൻ. നോക്കിയേ, 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഛത്തീസ്ഗഡിലെ ബസ്താർ ജില്ലയിലെ ദൊരൈ ഗ്രാമത്തിലെ ആഴ്ചതോറുമുള്ള ഗോത്ര വിപണിയുടെ പ്രത്യേകതകൾ എന്തല്ല? അത് നാം ഇപ്പം പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ? എന്തായിരുന്നു പ്രത്യേകത? ആഴ്ചച്ചന്തയിലെ മുഖ്യ വാങ്ങലുകാർ ആദിവാസികളായിരുന്നു, വിൽപ്പനക്കാർ ഹിന്ദു വ്യാപാരികളും ആയിരുന്നു അല്ലേ? സാമൂഹ്യ വിഭാഗങ്ങൾ ഇടയിൽ ജാതിയുടെ അടിസ്ഥാനം ഉണ്ടായിരുന്നു, വലുപ്പച്ചെറുപ്പങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? ഈ വിപണിയിൽ നമുക്കത് കാണാൻ കഴിയും. ഓരോ സാമൂഹ്യ വിഭാഗത്തിൽ വിപണിയിലെ ഇടം ലഭിക്കുന്നത് ജാതി ശ്രേണിയിലും സാമൂഹ്യ ശ്രേണിയിലും അവർക്കുള്ള സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ സമൂഹത്തിലുള്ള പദവി, തട്ട്, ഇതൊക്കെ അനുസരിച്ചാണ് ഇവിടെ മാർക്കറ്റിലുള്ളയും ആൾക്കാരെ വിഭജിച്ചിരുന്നത്. അത് ആ ചിത്രത്തിൽ നാം പഠിച്ചു കഴിഞ്ഞതാണ്. ഓക്കെ, അതാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അതുപോലെ അടുത്തത് നോക്കിയേ, ഇന്ത്യയിൽ നിലനിന്നിരുന്ന ജാതി അടിസ്ഥാനത്തിലുള്ള വിപണികളും വ്യാപാര ശൃംഖലകളും കോളനി ഭരണകാലത്തും അതിനു മുൻപും ഉള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നോക്കിയേ, എന്താ സംഭവിക്കുന്നതെന്ന്. കോളനി വാഴ്ചയ്ക്ക് മുമ്പുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയും സമൂഹം എങ്ങനെയുള്ളതായിരുന്നു? കോളനി വാഴ്ചയ്ക്ക് മുമ്പ്, അതായത് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പുള്ള സാമൂഹ്യ വ്യവസ്ഥ എന്തായിരുന്നെന്നാണ് ഇത് പറയുന്നത്. നോക്കിയേ, പരമ്പരാഗത ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥയും സമൂഹവും മാറ്റമില്ലാത്ത ഒന്നായിരുന്നുവെന്നാണ് പാശ്ചാത്യ ചിന്തകർ വാദിക്കുന്നത്, വെസ്റ്റേൺ തിങ്കേഴ്സ് പറയുന്നത്. എന്നാൽ പുരാതന ഇന്ത്യയിൽ സ്വയം പര്യാപ്തമായ അനേകം ഗ്രാമ സമുദായങ്ങൾ ഉണ്ടായിരുന്നു.
രൂപയുടെ കമ്പോളേതര കൈമാറ്റമായിരുന്നു അവരുടെ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനമെന്നും മറ്റൊരു വാദമുണ്ട്. കോളനി വാഴ്ചക്കാലത്തെ സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്തെല്ലാമായിരുന്നു എന്നാണ് നാം ഇനി നോക്കുന്നത്. കോളനി വാഴ്ചക്കാലത്തെ സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ. കോളനി വാഴ്ച സ്ഥാപിക്കപ്പെട്ടതോടെ വാണിജ്യത്തിലും പണത്തിലും വിപണിയിലും പുതിയ സമ്പദ് വ്യവസ്ഥ വളർന്നു വന്നു. ഇതോടെ സ്വയം പര്യാപ്ത ഗ്രാമങ്ങൾ തകരുകയും ചെയ്തു. കോളനി വാഴ്ച വന്നപ്പോൾ സ്വന്തമായിട്ട് പ്രോഡക്റ്റുകൾ വിൽക്കാനായിട്ട് അവരവരുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരെ ഇവർ അടിച്ചമർത്തി ചൂഷണം ചെയ്തു. അങ്ങനെ അവിടുത്തെ സമ്പദ് വ്യവസ്ഥ തകർന്നു. സ്വയം പര്യാപ്തമായ ഗ്രാമങ്ങൾ നശിച്ചു. അവരുടെ പ്രോഡക്റ്റുകൾ അവർക്ക് കൊടുക്കാതെയായി. അവരുടെ മൂല്യമുള്ള സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ഇവർ വാങ്ങിച്ചിട്ട് പുറത്ത് കൊണ്ടുപോയി വിൽക്കുമായിരുന്നു. അങ്ങനെ ഇവരെ ചൂഷണം ചെയ്ത് ഇവരെ അടിച്ചമർത്തി, അല്ലേ? ഇതാണ് കോളനി വ്യവസ്ഥയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നോക്കിയേ, ഭൂനികുതി പണമായി ഈടാക്കുന്ന സമ്പ്രദായം ഇന്ത്യയിൽ ആരംഭിച്ചിരുന്നുവെന്ന് പുതിയ പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. അതുപോലെ ലാൻഡ് ഫോം, അതായത് പ്രഭുക്കന്മാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് നാം കൊളോണിയലിസം പഠിച്ചതാണ്. ഇന്ത്യയിലെ വ്യാപാര സമുദായങ്ങൾക്ക് അഥവാ ജാതികൾക്ക് അവരുടേതായ ബാങ്കിങ് വായ്പാ സമ്പ്രദായങ്ങളുണ്ടായിരുന്നു. പണ്ട് മുതലേ ബാങ്ക് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ വ്യാപാരികളല്ലേ, അവർ ഈ ബ്ലൈഡായിട്ട് കൊടുത്തിരുന്നു, പൈസ ഇടപാടുകൾ നടത്തിയിരുന്നു, വായ്പകൾ കൊടുത്തിരുന്നു. നോക്കിയേ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? വായ്പയ്ക്കും കൈമാറ്റത്തിനും വേണ്ടി അവർ ഹുണ്ടി അഥവാ കൈമാറ്റ രേഖ, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉപയോഗിച്ചിരുന്നു. ഇത് ക്രെഡിറ്റ് നോട്ട് പോലെയുള്ള ഒരു പ്രമാണമായിരുന്നു. ദൂരദേശ വ്യാപാരത്തിൽ ഏർപ്പെടാനായിട്ട് ഇത് വ്യാപാരികളെ സഹായിച്ചു. ഇന്ത്യയിലെ തദ്ദേശീയ വ്യാപാര ശൃംഖലകൾ എങ്ങനെയാണ് സംഘടിപ്പിച്ചിരുന്നത്? നോക്കിയേ, നാട്ടുകോട്ടെ ചെട്ടിയാർമാർ, നാട്ടുകോട്ടെ എന്ന് പറയുന്ന ചെട്ടിയാർമാർ തമിഴ്നാട്ടിലെ പ്രശസ്തമായ ഒരു വാണിജ്യ സമുദായമായിരുന്നു. തമിഴ്നാട്ടിലെ വാണിജ്യ സമുദായത്തിൻ്റെ പേരെന്താണ്? ചെട്ടിയാർമാർ. നാട്ടുകോട്ടെ ചെട്ടിയാർമാർ തമിഴ്നാട്ടിലെ പ്രശസ്തമായ ഒരു വാണിജ്യ സമുദായമായിരുന്നു അത്. അവർക്ക് ജാതിയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ബാങ്കിങ് സമ്പ്രദായവും ബലമായൊരു വ്യാപാര ശൃംഖലയും ഉണ്ടായിരുന്നു. അവർക്കൊരു ബാങ്ക് ഉണ്ടായിരുന്നു, ബാങ്കിങ് സമ്പ്രദായം ഉണ്ടായിരുന്നു. അതുപോലെ പല സ്ഥലങ്ങളിൽ ഇവരുടെ വ്യാപാരം നടത്തിയിരുന്നു, സ്ഥാപനങ്ങളുണ്ടായിരുന്നു. അവരുടെ ജാതിയും ബന്ധുത്വവും കുടുംബവുമെല്ലാം വാണിജ്യ പ്രവർത്തനങ്ങളോട് വലിയ ആഭിമുഖ്യം കാണിച്ചിരുന്നു. അവരുടെ ബാങ്കുകൾ കുടുംബ സ്ഥാപനങ്ങളായിരുന്നു. അവരുടെ ബന്ധുക്കളൊക്കെ തന്നെയാണ് ഈ സ്ഥാപനം നടത്തിയിരുന്നത്. നഗരത്താർമാരുടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഒരു തരത്തിലുള്ള തദ്ദേശീയ മുതലാളിത്തമായിരുന്നു എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. അതുപോലെ തന്നെ ബന്ധുക്കളെ, അവരുടെ ഭൂമി നഷ്ടപ്പെട്ട് പോവാതിരിക്കാനായിട്ട് അവരുടെ ബന്ധത്തിൽപ്പെട്ട ആൾക്കാരെ തന്നെ കല്യാണം കഴിക്കുന്ന രീതി പണ്ട് മുതൽക്കേ ഉണ്ട്. അതുപോലെ ഇവരുടെ ആൾക്കാരെ തന്നെ കല്യാണം കഴിക്കുകയും ഇവരുടെ സ്ഥാപനങ്ങൾ ഇവരുടെ ബന്ധുക്കളുടെ കൈവശം തന്നെ ഇരിക്കുകയും പുറത്തോട്ട് പോവാതിരിക്കുകയും ചെയ്യുന്നു. ഈ സമുദായത്തിൽപ്പെട്ടവരുടെ തന്നെ ആൾക്കാരെ കല്യാണം കഴിക്കുകയും വ്യാപാര മേഖലയിൽ നിന്നും മാറാതെ പിതൃസംബന്ധമായോ സംബന്ധമായിട്ടോ അവരുടെ റിലേഷൻ നിലനിർത്തുകയും വ്യാപാരികളായിട്ട് ഇവർ തന്നെ മാറുകയും ചെയ്യുന്നു. പുറത്തോട്ട് വേറൊരു ഗ്രൂപ്പിന് ഇവരുടെ കച്ചവട മേഖലകൾ കൊടുക്കാറില്ല. ഓക്കെ, നോക്കിയേ, ഇനി നമുക്ക് പഠന പുരോഗതി നോക്കാം. എന്താണ്? കോളനി ഭരണകാലത്ത് ജാതി അടിസ്ഥാനത്തിൽ നിലനിന്നിരുന്ന ബാങ്കിങ് സമ്പ്രദായത്തിന് ഉദാഹരണം കണ്ടെത്തുക. കോളനി സമ്പ്രദായകാലത്ത് ജാതി അടിസ്ഥാനത്തിൽ നിലനിന്നിരുന്ന ബാങ്കിങ് സമ്പ്രദായത്തിന് ഉദാഹരണം കണ്ടെത്തുക. നമ്മൾ ഇപ്പം പഠിച്ചതാണ്. ഏതാണത്? നാട്ടുകോട്ടെ ചെട്ടിയാർമാരുടെ ബാങ്കിങ് സമ്പ്രദായമാണ് ഇതിന് ആൻസറായിട്ട് വരുന്നത്. അതുപോലെ നഗരത്താർമാരുടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഒരു തരത്തിലുള്ള തദ്ദേശീയ മുതലാളിത്തമായിരുന്നുവെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. സമർത്ഥിക്കുക. ഇതിൻ്റെ ആൻസർ എന്തായിട്ട് വരും? നഗരത്താന്മാരുടെ ബാങ്കുകൾ കൂട്ടുകുടുംബ സ്ഥാപനങ്ങളായിരുന്നു. ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. കൂട്ടുകുടുംബമായിരുന്നു. വാണിജ്യം, ബാങ്കിങ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നതും ജാതി ബന്ധങ്ങളിലൂടെയും ബന്ധുത്വ ബന്ധങ്ങളിലൂടെയായിരുന്നു. അതിനാൽ നഗരത്തിലുള്ളവരുടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഒരു തരത്തിലുള്ള
തദ്ദേശീയ മുതലാളിത്തമായിരുന്നു എന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നതെന്നാണ് ഇവിടുത്തെ ആൻസറായിട്ട് നാം പറയുന്നത്. ഇനി